ആശാവർക്കർമാരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ എറണാകുളത്തും പ്രതിഷേധം ശക്തം. കാക്കനാട് കളക്ടറേറ്റ് മുന്നിൽ INTUC-യുടെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് മാർച്ചും ഭിക്ഷാടന സമരവും നടത്തി. ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് ആശാ വർക്കേഴ്സ് പറയുന്നത്. രണ്ടാഴ്ചത്തോളമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു. ഇവിടെ എറണാകുളത്ത് കളക്ടറേറ്റിന് മുന്നിൽ INTUC-യുടെ നേതൃത്വത്തിലും ആശാ വർക്കേഴ്സ് മാർച്ചും ഭിക്ഷാടന സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് രണ്ടാഴ്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതുവരെ അംഗീകരിക്കാൻ അത് തയ്യാറായിട്ടില്ല. ഞങ്ങൾ 2008 ജോലിക്ക് കയറിയ ആശമാരാണ്. അന്ന് ഞങ്ങൾക്ക് 2-3 മണിക്കൂർ ജോലി ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയും പകലും വർക്ക് ചെയ്ത 8 മണിയോ 10 മണിയായ പോലും ചില ദിവസങ്ങൾ വീട്ടിൽ കയറാൻ പറ്റില്ല. കാരണം വയോജനങ്ങളെ കാണണം, പാലിയേറ്റീവ് പേഷ്യൻസിനെ കാണണം, കുട്ടികളെ കാണണം, ഗർഭിണികളെ കാണണം, RBSK രോഗികളെ കാണണം. 7000 രൂപ ഞങ്ങൾക്ക് കിട്ടിയ 700 രൂപ വെച്ച് ഓരോ ക്രൈറ്റീരിയ വെച്ച് കുറയും, കൂടിയാൽ 500-500. എല്ലാത്തിനും തീ പിടിച്ച വിലയല്ലേ. ഈ 7000 രൂപ കൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മാനസിക സമ്മർദ്ദം ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ മക്കളുടെ ഒരു ആവശ്യത്തിന്, അല്ലെങ്കിൽ പേഴ്സണൽ ഒരു ആവശ്യത്തിന് നമുക്ക് പോകാൻ ഒരു ദിവസം പോലും ആശയ്ക്ക് ലീവില്ല. നമ്മളിപ്പോൾ എല്ലാ വീടുകളും രാവിലെ ഒരു 9 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ആൾക്കാരുണ്ടാവില്ല. ഞങ്ങൾ ഈ ശൈലിയാപ്പ് ചെയ്യാൻ ചെന്നപ്പോൾ തന്നെ ഇടുന്നു. ഞാൻ എൻ്റെ വാർഡിൽ ഒരു 3 പ്രാവശ്യം ഒരു വീട്ടിൽ തന്നെ പോയിട്ടുണ്ട്. കാരണം അവർ ജോലിക്കാരാ. അപ്പം ഞങ്ങളോട് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങൾ രാത്രി പോകോളാം, രാത്രി പോയി ജോലി ചെയ്യുക, അവരുള്ളപ്പോൾ ചെല്ലാൻ. ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റും. എനിക്കൊരു 2 വീലറൊന്നുമില്ല, ഞാൻ നടന്നു തന്നെയാണ് നടക്കുന്നത്. ഇപ്പം പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ 1100 രൂപ ഞങ്ങൾക്ക് തന്നേന്ന്. അന്നത്തെ ആ തൊഴിലോടല്ല ഇപ്പം ഞങ്ങൾക്കുള്ള വർക്കിലോട് കൊള്ളാം. പിന്നെ തിരിച്ചൊരു ചോദ്യമുണ്ട്, അന്ന് മന്ത്രിമാരെ MLA-മാരെ MP-മാരൊക്കെ മേടിച്ച ആ ശമ്പളമാണോ ഇപ്പം അവർ മേടിക്കുന്നത്? അന്നത്തെ ജീവിത സാഹചര്യമാണോ ഇന്ന് അവരുടേത്? കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യണം. ഞങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് ഒരു നെടും തൂണായി, അതായത് ഒരു മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു കണ്ണിയായി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ സമരമാണ്. ഞങ്ങളുടെ പട്ടിണിയിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള സമരം മാത്രമാണ്. ഞങ്ങൾ അല്ലാതെ മറ്റൊന്നുമല്ല ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഈ സർക്കാർ ഞങ്ങളെ വളരെയധികം അപമാനിക്കേണ്ട തുല്യമാണ് ഓരോ ഇറക്കുന്നത്. ആരോഗ്യമന്ത്രി ഇത് അനാവശ്യ സമരം എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചു. അവർക്ക് അത് അനാവശ്യ സമരമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇത് ആവശ്യം, ഞങ്ങളുടെ ജീവന്റെ നിലനിൽപ്പാണ്. അതാണ് നമ്മൾ ഇനി സമരത്തിലേക്ക്, ഇനി ഇതിലൊരു ചർച്ചയ്ക്ക് തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ പണി മുടക്കിയുള്ള സമരം തന്നെ മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ആശാപ്രവർത്തകർ ഇവിടെ കളക്ടറേറ്റ് മുന്നിൽ സമരം തുടരുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം സർക്കാർ പരിഗണിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.